ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇഫ്താറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഈദിന് പറ്റിയിട്ടുള്ള നല്ലൊരു ഫുഡിൻ്റെ റെസിപ്പിയും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് കാണുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിന്ന് അൽഫാം മന്തിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ രാത്രിയിലേക്ക്. അപ്പോൾ നല്ല അറബിക് ടേസ്റ്റുള്ള നല്ലൊരു മന്തി റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അൽഫാം ഉണ്ടാക്കാനായിട്ട് 3 ചിക്കൻ എടുത്തിട്ടുണ്ട്, 3 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വരിഞ്ഞു കൊടുക്കുക, ഉള്ളിലേക്ക് താഴ്ത്തി വരിഞ്ഞു കൊടുക്കുക കേട്ടോ. മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് താഴ്ത്തി വരിഞ്ഞു കൊടുക്കുന്നത്. ഇതിലേക്ക് ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളിയും സവാളയും ഒന്ന് പേസ്റ്റ് ചെയ്തിട്ട് അതും ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് പാകത്തിനുള്ള ഉപ്പ്, മുളക് പൊടി, പിന്നെ തൈര്, ഇത്രയ്ക്കും ഐറ്റംസ് ഒക്കെ ഉണ്ട് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കൊടുക്കുക, പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഒരു നാരങ്ങയുടെ നീര്, ഒരു ചെറുനാരങ്ങ ഫുള്ളായിട്ട് പിഴിഞ്ഞെടുക്കണം കേട്ടോ. 2 സൈഡ് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ, ഞാനൊരു 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ സമയത്ത് മന്തി മസാലയും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ചിക്കന്. മന്തി മസാല തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു അറബിക് മസാല എന്തായാലും മതി. മന്തി മസാലയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എൻ്റെ കയ്യിലുള്ള മന്തി മസാലയുടെ പാക്കറ്റിൽ 3 ചെറിയ സാഷ പാക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ റൈസിലേക്കും ചിക്കനിലേക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള പാക്കറ്റാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനതിൽ നിന്ന് ചിക്കനിലേക്ക് ഉള്ള പൗഡറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ക്ലിപ്പ് എൻ്റെ നിന്ന് മിസ്സായി പോയതാണ്. നമുക്കിത് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അതിനുശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് അരി കുതിർക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ അരി ഞാനിവിടെ ബസ്മതിയുടെ ഇന്ത്യ ഗേറ്റ് സെല്ലയാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ അരി വെച്ചിട്ടാണ് ഞാൻ ഈ റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അരി നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് കുതിർക്കാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ടൈമിൽ ചോറിനുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. അതേസമയം നമ്മുടെ അരിയും കുതിർന്ന് കിട്ടും. അപ്പോൾ ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരി ഒന്ന് കുതിർക്കാനായിട്ട് വയ്ക്കാം. പിന്നെ നമുക്ക് ഈ ടൈമിൽ വെജീസ് കട്ട് ചെയ്തെടുക്കാം ചോറിലേക്കുള്ള. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ക്യാപ്സിക്കം, എൻ്റെ കയ്യിലുള്ളത് വലിയ ക്യാപ്സിക്കം ആയതുകൊണ്ട് ഞാനൊരു പകുതിയാണ് ആ ക്യാപ്സിക്കത്തിൻ്റെ എടുക്കുന്നത്. നമ്മൾ എന്തോരം ക്വാണ്ടിറ്റിയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം എടുത്താൽ മതി കേട്ടോ. ഓവറായി കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഓരോ ഐറ്റത്തിൻ്റെയും ഫ്ലേവർ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ എല്ലാം നമ്മൾ എടുക്കുമ്പോൾ ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഞാനിതൊരു പകുതി ക്യാപ്സിക്കം എടുത്തിരിക്കുന്നത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ ഞാനിവിടെ ഒരു ക്യാരറ്റും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വട്ടത്തിലണ്ട കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്, കാരണം കുറച്ചൊന്ന് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ ക്യാരറ്റും ക്യാപ്സിക്കും നമുക്ക് വെള്ളം തിളപ്പിക്കുമ്പോൾ ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. അരി വേവാനുള്ള വെള്ളമുണ്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഞാനത് വറ്റിച്ചെടുക്കല്ല, ഊറ്റിയെടുക്കേണ്ട ചെയ്യുന്നത് വെള്ളത്തിൽ നിന്ന് ചോറ്. അപ്പോൾ അതിലേക്ക് ഞാൻ ക്യാപ്സിക്കും ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്, മാഗിയുടെ ഒരു ചെറിയൊരു ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മന്തി മസാലയുടെ റൈസിലേക്കുള്ള പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ക്യൂബ്, ചിക്കൻ ക്യൂബ്, മാഗിയുടെ ക്യൂബാണ്. അപ്പോൾ അതൊരു ക്യൂബ് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ടൊന്ന് പൗഡറാക്കിയിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ്, അതായത് നമ്മൾ മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുമ്പോൾ മാഗി ക്യൂബിൽ തന്നെ അത്യാവശ്യം, ഈ ചിക്കൻ ക്യൂബിൽ തന്നെ അത്യാവശ്യം നല്ലോണം ഉപ്പിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അതിന് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഉപ്പ് കൂടി പോവണ്ട, പാകത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ സമയത്ത് ഞാൻ മന്തി മസാലയുടെ പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന മന്തി മസാല. ഇതിൽ 3 പാക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ അതിൽ നിന്ന് റൈസിലേക്കുള്ള പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ടീസ്പൂണൊക്കെ മതിയാകും, നമുക്ക് ഒരുപാടൊന്നും വേണ്ട, അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഒരു ഡ്രൈ ലെമൺ കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അടച്ച് വെച്ചിട്ട് വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കുക. വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം.
അരി ഫുള്ളിട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം ഞാനൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. വരുന്ന അടച്ച് വയ്ക്കുക. പിന്നെ വേവ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പം നമ്മുടെ ചോറ് നന്നായിട്ട് വെന്ത് പാകത്തിന് വന്നിട്ടുണ്ട്. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത്. കറക്റ്റ് പാകത്തിന് തന്നെ ഊറ്റിയെടുക്കണം കേട്ടോ. ഒരുപാട് വെന്ത് പോകുമ്പോൾ നമുക്ക് ഈ ചോറ് കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ആയിട്ട് തോന്നിക്കൂല. പാകത്തിന് അരി വിട്ട് കിട്ടുന്ന പാകത്തിന്, ചോറിങ്ങനെ വിട്ട് നിൽക്കുന്ന പാകത്തിന് തന്നെ ഊറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടിങ്ങനെ നമ്മളിങ്ങനെ പൊട്ടിക്കുമ്പോൾ അത് പൊട്ടണം. പക്ഷെ അരി പോലെ ആയിരിക്കരുത്. ചോറിൻ്റെ ഭാഗത്തിലേക്ക് എത്തിയിരിക്കണം. പക്ഷെ ഒരുപാട് വെന്തും പോകരുത്. ഞാനിത് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഊറ്റിയെടുക്കുന്ന സമയത്ത് ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അൽഫാം ഫ്രൈ ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സെയിം ഒരു സാധാ പോട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കരുത്. സൺഫ്ലവർ ഓയിൽ, ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യുക. അപ്പോൾ ചിക്കൻ ഓരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കതിനെ മിക്സ് ചെയ്യാൻ എടുത്തിട്ടുള്ള ആ ചാറുണ്ടല്ലോ, അതും കൂടി എൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് വെന്ത് കിട്ടണം. ഞാനത് അടച്ച് വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോറും ഊറ്റിന് ശേഷം ഞാൻ സെയിം പോട്ടിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിപ്പോൾ ചൂടായത് കൊണ്ടാണ് ഇങ്ങനെ ഒട്ടിപ്പ് തോന്നിക്കണത്. കുറച്ച് നേരം കഴിയുമ്പോൾ നന്നായിട്ട് വിട്ട് കിട്ടും. നമുക്കിനി നോമ്പ് തുറക്കാനായിട്ട് ഒരു സ്നാക്കും കൂടി ഉണ്ടാക്കാനുണ്ട്. ചിക്കൻ കേക്കാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ചിക്കൻ പോള എന്നൊക്കെ പറയും. അപ്പം അതിലേക്ക് ഞാൻ സവാള, ക്യാബേജ്, ചെറിയൊരു പീസ് ക്യാപ്സിക്കം, പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ ചിക്കൻ വേവിച്ചിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, അതും ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ഒരു പാനിലേക്ക് ഓയിൽ ചൂടായതിന് ശേഷം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതൊന്ന് പച്ചമണം മാറുന്നവരൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള ഇട്ട് കൊടുത്ത് നന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് വഴറ്റി അലിയിച്ചെടുക്കൊന്നും വേണ്ട. ഒരു പച്ചമണം മാറുന്നവർ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല, ഇത്രയും മാത്രം ഡ്രൈ ഇൻഗ്രീഡിയൻസ് മതിയാവും കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയും മതിയാവും. നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് വേറെ പൗഡറൊന്നും ഇട്ട് കൊടുക്കണ്ട. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊന്ന് ജസ്റ്റ് ആ ഒരു പച്ചപ്പൊന്ന് മാറി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ക്യാപ്സിക്കും ക്യാബേജും ഇട്ട് കൊടുക്കാം. ക്യാബേജും ഒന്നും ഒരുപാട് വെന്ത് കുഴയൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ചൂട് തട്ടിയാൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ടൈമിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് ക്രഷ് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫൈനലി നമുക്ക് ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ട് കൊടുക്കട്ടെ. ചിക്കൻ ഒന്ന് കുക്കറിൽ ഞാൻ വിസിലടിപ്പിച്ച് വേവിച്ചതുണ്ട്. അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ടാണ് ചിക്കൻ വേവിച്ചെടുത്തത്. അത് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ട് ഞാൻ ഈ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുത്തേക്കണത് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്ര മതിയാവും, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് മുട്ട കലക്കിയിട്ട് ചിക്കൻ കേക്കാണ് ഉണ്ടാക്കുന്നത്. മുട്ട കലക്കണം, ആ ഒരു പണി മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റും ആണ് കേട്ടോ. അപ്പോൾ ആ ടൈമിൽ നമ്മുടെ ചിക്കൻ ഇങ്ങനെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ ചാറ് ഇതേപോലെ ഒന്ന് മുകളിലൂടെ ഒക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ചാറ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ അടച്ച് വെച്ചത് കൊണ്ട് തന്നെ ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളവും ഓയിലൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, നെയ്യൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇത് അടച്ച് വെച്ച് തന്നെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. നമുക്ക് ചിക്കൻ കേക്ക് ഉണ്ടാക്കാനായിട്ട്, അല്ലെങ്കിൽ ചിക്കൻ പോള ഉണ്ടാക്കാനായിട്ട് ഒരു ഗ്രൈൻഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 3 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ്ചറിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് മുട്ട എടുക്കട്ടെ. അപ്പോൾ ഞാനിതിലേക്ക് 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. മുട്ടയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ക്രഷ് ചെയ്ത കുരുമുളക്. അതിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഗ്രൈൻഡറിലൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ ഒരു 1.5 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്കിനിയിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ മസാല ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മസാല മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എഗ്ഗിൻ്റെ അളവിൽ കുറവ് തോന്നുകയാണെങ്കിൽ എഗ്ഗ് ഇതേപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിപ്പോൾ എനിക്ക് പാകത്തിനാണ് എഗ്ഗ് കിട്ടിയേക്കണത് കേട്ടോ. ഞാനിപ്പോൾ 3 എഗ്ഗിന് ഇത്രയും മസാല ഉണ്ടാക്കാനായിട്ട് മസാലയിലേക്ക് 3 എഗ്ഗിന് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് എഗ്ഗ് ഒരുപാട് ഇങ്ങനെ പൊന്തി നിൽക്കരുത്,
ഒരുപാട് ലോയിൽ നിൽക്കരുത്. കറക്റ്റ് ഈ ഒരു മസാല ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്യാൻ പാകത്തിനുള്ള എഗ്ഗ് മാത്രം മതിയാകും. അപ്പോൾ ഇത് ഞാൻ എടുത്തിരിക്കുന്നത് എനിക്ക് കറക്റ്റ് പാകത്തിനാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിൽ നമുക്ക് കിട്ടണം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയും മതിയാകും. നമുക്കിനി പോട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. പോട്ട് ചൂടായി വരുമ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാ വശങ്ങളിലേക്കും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിത് ബേക്ക് ചെയ്താണ് എടുക്കണത്. ഒന്നെങ്കിൽ നമുക്ക് ഓവനിൽ വെക്കാം. ഞാനിപ്പോൾ സ്റ്റൗ ടോപ്പിൽ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് സ്റ്റൗവിൽ വെക്കാതെ താഴെ ഒരു കല്ല് വെച്ചിട്ടുണ്ട്. ചപ്പാത്തി കല്ലാണ് വെച്ചിരിക്കുന്നത്. ഡയറക്റ്റ് വെക്കുമ്പോൾ അടി ചിലപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ളു വെന്ത് കിട്ടൂല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ താഴെ ഒരു ചപ്പാത്തിക്കല്ല് വെച്ചിരിക്കുന്നത്. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. അത് അടിയൊന്ന് നന്നിട്ട് വെന്ത് വന്നതിന് ശേഷം ഒരു 15 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ തിരിച്ചിട്ടിട്ട് അതിൻ്റെ മുകൾ വശം ഒന്ന് എന്താ പറയുക ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആ ടൈമിലേക്ക് ഞാൻ ജ്യൂസ് അടിക്കാനായിട്ട് മാങ്ങ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പ്രിയൂര് മാങ്ങയാണ് കേട്ടോ ഇത്. അപ്പോൾ അത് ഇങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ജ്യൂസും വേണം. പിന്നെ നമുക്ക് ഇതിൽ നിന്ന് കഴിക്കാനും എടുക്കുന്നുണ്ട്. മോൾക്ക് മാങ്ങ കഴിക്കാനാണ് ഇഷ്ടം. മോൾക്ക് ജ്യൂസിനായിട്ട് ഇഷ്ടം മാങ്ങ കഴിക്കാനാണ്. പക്ഷേ മാങ്ങയുടെ പീസുകളും മാങ്ങ മാത്രമല്ല ഫ്രൂട്ട്സ് ഒന്നും കഴിക്കൂല. അപ്പോൾ ആൾക്ക് ഇതേപോലെ ജ്യൂസായിട്ടാണ് കൊടുക്കാറ്. ഇപ്പോൾ സമയം ഏകദേശം 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ടൈമിലാണ് ജ്യൂസൊക്കെ അടിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ജ്യൂസ് അടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ നേരം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തണുത്ത വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇത് റൈസിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് കനൽ കത്തിച്ചിട്ട് ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഇറച്ചിപ്പോള അല്ലെങ്കിൽ ചിക്കൻ പോള അല്ലെങ്കിൽ ചിക്കൻ കേക്ക് ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അടിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഉള്ളും വെന്തിട്ടുണ്ട്. നമുക്കിനി മുകൾ വശം ഒന്ന് വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു പോട്ടിലേക്ക് ഓയിൽ ഒഴിച്ചെടുത്തിട്ട് ഒന്ന് കമഴ്ത്തി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയമൊന്നും അടിയും കൂടി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു പോളയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാങ്കൊക്കെ കൊടുത്ത് നോമ്പ് തുറക്കണം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് നോമ്പ് തുറക്കാനായിട്ട് ചിക്കൻ പോളയും പിന്നെ അതേപോലെ തന്നെ ബ്രെഡ് ഉള്ളിൽ പൊട്ടാറ്റോ ഫില്ലിങ് വെച്ചിട്ടൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഫ്രൂട്ട്സിന് മുസമ്പിയും മാംഗോയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ജ്യൂസായിട്ട് മാംഗോയും നാരങ്ങ വെള്ളമുണ്ട് കലക്കി വെക്കണത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങളൊക്കെ. ഒരുപാടൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. കുറച്ച് മാത്രമേ ഉണ്ടാക്കുള്ളൂ. കാരണം ബാക്കിയാവും എന്തായാലും. അപ്പോൾ നമുക്ക് കഴിക്കാൻ പാകത്തിന് മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ റൈസിലേക്കുള്ള ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. തക്കാളി ചമ്മന്തിയും വേണം. പിന്നെ നമുക്ക് മൈനീസും ഉണ്ടാക്കണം. തക്കാളി ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് നമുക്കിതിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയല്ലോ. ഞാനപ്പോൾ അതിന് വേണ്ടിയിട്ട് ചോപ്പറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രൈൻഡർ എടുക്കാം അല്ലെങ്കിൽ മിക്സഡ് ജാർ എടുക്കാം. പക്ഷെ ഒരുപാട് ഫൈൻ പേസ്റ്റാക്കി അരക്കണ്ട. ജസ്റ്റ് ഒന്ന് നിർത്തി അടിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ അടിക്കാൻ എളുപ്പത്തിന് ചോപ്പറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു തക്കാളി, പച്ചമുളക്, മല്ലിയില, ചെറിയൊരു പീസ് പുതിന ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് സവാള, ഒരു പകുതി സവാള മതിയാകും. പിന്നെ ഉപ്പ്, പിന്നെ പുളിക്ക് ആവശ്യത്തിന് ഒന്നില്ലെങ്കിൽ നാരങ്ങ നീര് എടുക്കാം അല്ലെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് സൊറക്കാണ് ഒഴിച്ചെടുക്കുന്നത്. ചോപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വലിച്ചെടുക്കാം കേട്ടോ. നമുക്കൊരു ക്രഷ് ചെയ്ത പരുവത്തിലല്ലേ നമുക്ക് കിട്ടണ്ട, ഫൈൻ പേസ്റ്റായിട്ട് കിട്ടണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചോപ്പർ എടുത്തിരിക്കുന്നത് കേട്ടോ. നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെ നമുക്ക് ഈ ഒരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നമുക്കിനി മയനീസ് ഉണ്ടാക്കാം. മയനീസ് ഞാനിവിടെ പാല് വെച്ചിട്ടുണ്ട് ഉണ്ടാക്കുന്നത്. ഞാനൊരു 1/4 കപ്പ് പാല് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിളപ്പിച്ചിട്ട് ചൂടാറിയ പാലാണ് കേട്ടോ. ചൂടാറിയതിന് ശേഷം എടുക്കുക. റൂം ടെമ്പറേച്ചറിലുള്ള പാലെടുക്കുക എപ്പോഴും. 1/4 കപ്പ് പാലെടുക്കുന്നുണ്ടെങ്കിൽ 1/4 കപ്പ് അത്രയും തന്നെ അളവിൽ ഓയിലും എടുക്കുക. ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചെടുക്കണം. ഒരുപാട് വേണ്ട, കുറച്ച് മതിയാവും. ഇപ്പം ഞാൻ 1/4 കപ്പിനേലും കൂടുതൽ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഗ്രൈൻഡറിൽ 1/4 കപ്പ് ഓയിലാണ് ഒഴിച്ച് വെക്കണത്. അതിലേക്ക് ഞാൻ ഒരു അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ള് കുരുമുളകൊന്ന് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഗ്രൈൻഡറിലൊന്ന് അടിച്ചെടുക്കാം. നിർത്തി അടിച്ചെടുക്കാം കേട്ടോ. നമ്മൾ മൈനീസ് ഉണ്ടാക്കുന്ന പോലെ തന്നെ നിർത്തി അടിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള ഓയിലും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് നിർത്തി മൈനീസ് ഉണ്ടാക്കുന്ന പോലെ തന്നെ അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അടിച്ചെടുത്തതിന് ശേഷം ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. നമ്മൾ എഗ്ഗ് വെച്ചിട്ട് മൈനീസ് ഉണ്ടാക്കുന്ന അത്രയും സമയമൊന്നും ഈ ഒരു പാല് വെച്ചിട്ട് ഉണ്ടാക്കാനായിട്ട് വേണ്ടി വരില്ല. പെട്ടെന്ന് തന്നെ മൈനീസ് റെഡിയാവും. കണ്ടില്ലേ, നന്നായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. മൈനീസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള മൈനീസാണ്. എഗ്ഗ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതിന് പകരമായിട്ടും നല്ല എളുപ്പത്തിൽ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു മൈനീസാണ്. കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ ഇത്. എഗ്ഗ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതിനെക്കാട്ടി ബെറ്ററാണ് ഈ പാല് വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ രാത്രികൾക്കുള്ള ഫുഡും റെഡി ആയിട്ടുണ്ട്. അൽഫാം മന്തിയുടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സൂപ്പർ ടേസ്റ്റുള്ളൊരു റൈസാണ്. എന്താ പറയുക, അറബിക് ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചോറാണ് കേട്ടോ. ചിക്കനും ചോറും നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്തിട്ടേക്കാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ തുടർന്നുള്ള വീഡിയോയും കാണാം. സബ്സ്ക്രൈബ് ചെയ്താലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ളത് ഇനേബിൾ ആക്കി ഇടാം. അന്നേരം നിങ്ങൾക്കിനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.